ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 2 മന്ത് പ്രായമായിട്ടുള്ള ഒരു സൺകുണൂർ ഹാൻഡ് ഫീഡിങ് ബേബിക്ക് നമ്മൾ DNA എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന DNA ബ്ലഡ് DNA ആണ്. ഏറ്റവും കുഞ്ഞി കുട്ടിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന DNA എന്ന് പറയുന്നത് ബ്ലഡ് DNA ആണ്. ഇപ്പോൾ ഫെദറൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യം ഫെദറൊക്കെ നെഞ്ചിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫെദർ DNA ചെയ്യാൻ പറ്റുക. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ചിലർ പറയും നമുക്ക് DNA വേണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് DNA ആണ്. അപ്പോൾ അതിനായിട്ട് അവരുടെ കാൽമുട്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ മെഡിക്കൽ നീഡിൽ ഉപയോഗിച്ചിട്ട് അവരുടെ കാൽമുട്ടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു കുത്ത് കൊടുക്കുക. അപ്പോൾ അത്രയും നാൾ ഇപ്പോൾ ഫെദർ DNA ആയാലും അത് പ്ലക്ക് ചെയ്ത് എടുക്കുമ്പോൾ വേദന ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതും, ഒരു കുത്ത് കുത്തുമ്പോൾ ഒരു കുഞ്ഞൊരു വേദന ഉണ്ടായിരിക്കും. അതിനുശേഷം 2-3 ഡ്രോപ്സ് ബ്ലഡ് നമ്മൾ ഒന്ന് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വരും. അപ്പോൾ അത് നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ആക്കുക. അപ്പോൾ ടിഷ്യൂ ഒക്കെ നമ്മുടെ കയ്യിൽ അപ്പോൾ തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ, പിന്നീട് തപ്പാനൊന്നും പോകരുത്. അപ്പോൾ ടിഷ്യൂ നമ്മൾ 2-3 ഡ്രോപ്സ് നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ആക്കിയിട്ടുണ്ട് ബ്ലഡ്. അതിനുശേഷം ഇപ്പോൾ അധികം ബ്ലഡ് വേണമെന്നില്ല, എന്ന് വെച്ചാൽ 2-3 ഡ്രോപ്സ് എന്തായാലും വേണം കേട്ടോ. അതിനുശേഷം നമ്മൾ സിപ്പ് ലോക്ക് കവറിൻ്റെ റിംഗ് ID, ഫാമിൻ്റെ പേര്, ഓണറിൻ്റെ പേര്, ഫോൺ നമ്പർ, അതൊക്കെ ഒരു സിപ്പ് ലോക്ക് കവറിൽ നമുക്ക് കിട്ടും. അതിലേക്ക് എഴുതിയിട്ട് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബ്ലഡ് DNA എടുക്കുക കേട്ടോ.